ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ആയുർവേദ ഔഷധമാണ്. അതുപോലെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പ്രവചനാതീതവും കൂടിയാണ്. മറ്റൊന്നുമല്ല, അഭയാരിഷ്ടത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അഭയാരിഷ്ടം എന്ന് പറയുന്ന ഔഷധം വളരെയധികം ബെനിഫിഷ്യൽ ആണ്. ഒരുപാട് അവസ്ഥകളിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത അത്തരം അവസ്ഥകളും കൂടിയുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം തന്നെ അഭയാരിഷ്ടത്തിലെ പേര് സൂചിപ്പിക്കുന്ന പോലെ അഭയ എന്താണ്? കടുക്കത്തോടിനെയാണ് സംസ്കൃത ഭാഷയിലെ അഭയ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നെല്ലിക്ക ഇതിൽ അടങ്ങിയിരിക്കുന്നു, കീഴാർ നെല്ലി അടങ്ങിയിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്കിതിൽ തിപ്പല്ലി അടങ്ങിയിരിക്കുന്നു, കുരുമുളക് അടങ്ങിയിരിക്കുന്നു, അതുപോലെ തന്നെ ശർക്കര അടങ്ങിയിരിക്കുന്നു. ഇത്തരം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇത് നന്നായിട്ട് ഫെർമെന്റേഷൻ നടത്തിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്, അഭയാരിഷ്ടം പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ അഭയാരിഷ്ടം ഒരു ഏകദേശം എത്ര നാൾ നമുക്ക് ഉപയോഗിക്കാന്ന് വെച്ചാൽ, അരിഷ്ടങ്ങൾ സാധാരണ ഒരു ഏകദേശം ഒരു 10 വർഷത്തോളം അതിന് ഷെൽഫ് ലൈഫ് ഉണ്ടായിരിക്കും. അത്രത്തോളം കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എന്തൊക്കെ അവസ്ഥകളിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെ? അഭയാരിഷ്ടം ഏതൊക്കെ അവസ്ഥകളിൽ നമുക്ക് ഉപയോഗിക്കാം? തീർച്ചയായിട്ടും അഭയാരിഷ്ടത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയാണ് ദഹന പ്രശ്നങ്ങൾ. അപ്പൊ ദഹനക്കുറവ്, അതുപോലെ വിശപ്പ് കുറവ്, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾ, ഗ്രഹണി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കൃമിഹരമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ദഹന സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളിൽ നമ്മൾ ഈ പറയുന്ന അഭയാരിഷ്ടം ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ തീരെ വിശപ്പില്ല, കുട്ടികൾക്ക് വിശപ്പ് കുറവാണ്, അല്ലെങ്കിൽ മുതിർന്ന ആളുകളിലും തീരെ വിശപ്പില്ല, എന്ത് കൊടുക്കാം? അഭയാരിഷ്ടം കൊടുക്കാം. അഭയാരിഷ്ടം കൊടുത്താൽ നമുക്ക് വിശപ്പ് അല്ലെങ്കിൽ ജാതരാഗ്നി, ഡൈജസ്റ്റീവ് ഫയർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ, മലബന്ധമാണ്, ഒരുപാട് കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉണ്ട്, എത്രയൊക്കെ ഔഷധം എടുത്താലും മാറുന്നില്ല, മലം മുറുകുന്നുണ്ട്. ഇത്തരം അവസ്ഥകളിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് അഭയാരിഷ്ടം എടുക്കാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ പൈൽസ്, ഫിഷർ, അതുപോലെ ഫിസ്റ്റുല, ഇത്തരം കേസുകളിലും നമുക്ക് അഭയാരിഷ്ടം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഡെലിവറി, പോസ്റ്റ് പ്രഗ്നൻസി രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ്. പൊതുവെ എല്ലാ വൈദ്യന്മാരും അല്ലെങ്കിൽ ഡോക്ടേഴ്സും നമ്മൾ ഈ പറയുന്ന രീതിയിൽ അഭയാരിഷ്ടം എഴുതി കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് വന്നിട്ടുള്ള ബ്ലോട്ടിങ്, വയറ് നന്നായിട്ട് വീർത്തിരിക്കുക, അതുപോലെ വയറിൽ നിന്ന് സൗണ്ട് കേൾക്കുക, അത്തരം അവസ്ഥകളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ലിവർ സംബന്ധമായ ചില അവസ്ഥകളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ രക്തക്കുറവിന് നമുക്ക് ഉപയോഗിക്കാം. രക്തസംബന്ധമായിട്ട് രക്തം കുറഞ്ഞ് HB കുറവാണ് എന്നുള്ള അവസ്ഥകൾ ഉപയോഗിക്കാം. അതുപോലെ ചില സ്കിൻ ഡിസീസിൽ ഉപയോഗിക്കാം. പീരീഡ്സ് ഇറഗുലാരിറ്റീസിൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുസരിച്ച് നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വേം ഇൻഫെസ്റ്റേഷൻ, കൃമിഹരമായിട്ടുള്ള ചികിത്സകളിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് അഭയാരിഷ്ടം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എല്ലാത്തരം ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലും നമുക്ക് ഈ പറയുന്ന അഭയാരിഷ്ടം ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ചില ലിവർ ഡിസീസിൽ വരെ നമ്മളിത് അഭയാരിഷ്ടം ഉപയോഗിക്കും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ലിവർ ഡിസീസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതും കൂടി ഓർത്തിരിക്കണം. ഇനി ഇതിന്റെ ഡോസേജിലേക്ക് കിടക്കാം. അപ്പൊ ഒരു ചെറിയ കുട്ടിക്കാണ് കൊടുക്കുന്നത് വെച്ചാല് ഏകദേശം ഒരു 5 തൊട്ട് 10 ml വരെ 2 നേരം, രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം നമുക്ക് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് ഭക്ഷണശേഷം. ഇനി അഡൽസിനാണെങ്കിൽ, അതായത് നമ്മള് കുട്ടികളല്ല മുതിർന്ന ആളുകളിലാണെങ്കിൽ 15 തൊട്ട് 30 ml അതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 നേരം ഭക്ഷണശേഷം നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ രീതിയിലാണ് എപ്പോഴും ഭക്ഷണത്തിന് ശേഷം കൊടുക്കുക. കാരണം അരിഷ്ട അസുഖങ്ങൾ പൊതുവെ ഭക്ഷണശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. അതിന് ഏതൊരു അവസ്ഥകളിൽ നമ്മൾ ഇത് ഒഴിവാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുപോലെ നെഞ്ചരിച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് അസിഡിറ്റി നന്നായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നെഞ്ചരിച്ചിലുണ്ട്, പുളിച്ചതായിട്ടുണ്ട്, അത്തരം അവസ്ഥകളിൽ നമ്മളിത് ഉപയോഗിച്ചുകൂടാ. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ നമ്മൾ അഭയാരിഷ്ടം ഉപയോഗിക്കരുത്. മുലയൂട്ടുന്ന സ്ത്രീകളാണെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊണ്ട് മാത്രമേ അവരും ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ചില ഇൻഡസ്റ്റൈനൽ ഇഷ്യൂസുകളിലൊക്കെയും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, എന്ത് രോഗങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ട ഔഷധമാണ് അഭയാരിഷ്ടം എന്നുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് നമ്മുടെ വിശപ്പ് സംബന്ധം, അല്ലെ വിശപ്പ് കൂട്ട, ദഹന പ്രശ്നങ്ങളിലൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഔഷധങ്ങളാണ്. ആയുർവേദ ഡോക്ടേഴ്സ് കണ്ണും അടച്ചെഴുതുന്ന ഒരു ഔഷധം കൂടിയാണ് അഭയാരിഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ മേടിക്കാം എന്നുള്ളത്, അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫാർമസികളിൽ അവൈലബിൾ ആണ്. അതുപോലെ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതാണ്. അപ്പൊ നല്ല ഫാർമസിയുടെ ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ബൈ.